അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. പുഴുവരിക്കുന്ന വ്രണവുമായി എത്തിയ ആദിവാസി ബാലികയ്ക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ പോത്തുകൽ ചെമ്പ്രനഗറിലെ സുരേഷ്, സുനിത ദമ്പതികളുടെ 5 വയസ്സുള്ള മകൾ സുനിമോൾക്കാണ് വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തതെന്നാണ് പരാതി. തലയുടെ പുറകിലുള്ള വ്രണത്തിന് ചികിത്സയ്ക്കായി പൊതുപ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ മണികണ്ഠന്റെ വാഹനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഇവർ ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചെന്നും തിരിച്ചുവരുന്ന വഴിയിൽ വേദന കൂടിയതിനെ തുടർന്ന് പ്രൊമോട്ടറുടെ നിർദ്ദേശപ്രകാരം വീണ്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെന്നും മണികണ്ഠൻ പറഞ്ഞു. ഞാൻ സ്ഥിരമായിട്ട് ട്രൈബൽ രോഗികളെ കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇന്നലെ പോത്തൽ പഞ്ചായത്തിൽ ചെമ്പ്ര നഗറിൽ നിന്നും സുരേഷ് സുനിത ദമ്പതികളുടെ മകളായ സുനിമോളെയും കൊണ്ട് നിലമ്പൂർ ഹോസ്പിറ്റലിലേക്ക് വന്നു. ആ കുട്ടിയുടെ ശരീരത്തിൽ വ്രണം ശരീരമാകുന്നുണ്ട്, തലയിലുണ്ട്. അതിൽ തലയുടെ പുറകിലുള്ള ഒരു വ്രണത്തിൽ പുഴു കണ്ടതിന് ഡോക്ടർമാരെ ധരിപ്പിക്കുകയും നിലമ്പൂർ കാഷ്വാലിറ്റി കാണിച്ച് ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ പുഴു ഒക്കെ ഉണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചപ്പോൾ അവർ നേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ഏകദേശം 7:45 ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് പോണത്. 8:45 മഞ്ചേരി എത്തി. ഡോക്ടർമാർ പരിശോധിച്ച് സർജറി ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു. സർജറി ഡോക്ടറെ കണ്ട് സർജറി അപ്പോൾ ഒരു ഓപ്പറേഷൻ്റെ തിരക്കിലായിരുന്നു. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പുഴുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. വീട്ടിലേക്ക് വന്ന് ഇന്ന് രാവിലെ വീണ്ടും ഒരു പേഷ്യൻ്റെയും കൊണ്ട് നിലമ്പൂർ വന്നു. ഒരു 9 മണിയാകുമ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്നലെ കൊണ്ടുപോയ പേഷ്യൻ്റ് വിളിച്ച് ഞങ്ങളെ ഇങ്ങനെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട്, വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വണ്ടിയായിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് ഒരു രോഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ഡിസ്ചാർജ് അല്ലേ, അവരെയും കൂടെ കൊണ്ടുപോകാമെന്ന് കണക്കാക്കി ആ രോഗീനെയും കൂടെ കൂട്ടി നേരെ മഞ്ചേരി പോയി. മഞ്ചേരിയിൽ നിന്ന് ആ രോഗീനെ വണ്ടിയിൽ കയറ്റി തിരിച്ച് മമ്പാട് എത്തിയ സമയത്ത് എത്തുന്ന സമയത്ത് 2-3 പ്രാവശ്യം കുട്ടി വണ്ടിയിൽ നിന്ന് ഞെട്ടി കരയുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു കുട്ടി എന്തിനാ കരയുന്നത്, അപ്പോൾ മുറി വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ വീണ്ടും ഇന്നലത്തെ പോലെ ചോരയും ചെലവും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട്, അതിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ ഇളകണ കാണാനുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഞാൻ വണ്ടി സൈഡാക്കി മുറിവ് തുറന്നു നോക്കിയപ്പോൾ അതിൽ നല്ലതുപോലെ പുഴുക്കൾ ഇങ്ങനെ നുഞ്ഞുന്നതായിട്ട് കാണപ്പെട്ടു. അതിൽ നേരെ ഞാൻ ട്രൈബൽ ഓഫീസിലേക്ക് വിളിച്ചു. മഞ്ചേരിയിലുള്ള നന്ദു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് വിളിച്ച സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, വീണ്ടും മഞ്ചേരിക്ക് തന്നെ വരണോ അതോ നിലമ്പൂർ കാണിച്ചാൽ മതിയോ എന്ന് ചോദിച്ച സമയത്ത് നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും, നിലമ്പൂർ എത്താനായില്ല, നിങ്ങൾ നിലമ്പൂർ ഡോക്ടറിനെ കാണിക്കുകയായിരുന്നു. അങ്ങനെ നേരെ ഞാൻ ഇവിടെ വന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിൽ ഡോക്ടറുമായിട്ട് കാഷ്വാലിറ്റി കാണിച്ച് ഡോക്ടറായിട്ട് സംസാരിച്ച് അവർ അത് തുറന്നു നോക്കുമ്പോൾ നിറച്ച് പുഴുക്കളാണ്. ഏകദേശം ഒരു 10-25 പുഴുക്കളെങ്കിലും ആ മുറിവിൽ നിന്നും 5 വയസ്സായ കുട്ടിയുടെ മുറിവിൽ നിന്നും തോണ്ടിയെടുത്തു. അത് വീണ്ടും വന്നിട്ട് മഞ്ചേരിക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അപ്പോൾ മഞ്ചേരി വേണ്ടത് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല എന്ന സംശയത്തിൽ അത് വീണ്ടും കോഴിക്കോട്ടേക്ക് മാറ്റാനായിട്ട് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട്ടേക്കാണ് ആ കുട്ടീനെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ജില്ലാ ആശുപത്രിയിൽ വ്രണത്തിൽ നിന്നും നിരവധി പുഴുക്കളെ നീക്കം ചെയ്തു. തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.